വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 4-ാം നാളിൽ 4 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തിയത് തിരച്ചിൽ മേഖലയിൽ ആത്മവിശ്വാസത്തിന് കൂടുതൽ കരുത്താകുന്നു. പടവെട്ടിക്കുന്നിൽ പാതി തകർന്ന വീട്ടിലുണ്ടായിരുന്ന കാഞ്ഞിരക്കേത്തോട്ട് കുടുംബത്തിലെ ജോണി, ജോമോൾ, എബ്രഹാം, ക്രിസ്റ്റി എന്നിവരെയാണ് സൈന്യം വെള്ളിയാഴ്ച രാവിലെ രക്ഷപ്പെടുത്തിയത്. പുറത്തിറങ്ങാതെ തകർന്ന വീട്ടിനുള്ളിൽ 4 പേരും കഴിയുകയായിരുന്നു. ഇവരെ രക്ഷപ്പെടുത്തിയത് എല്ലാ മേഖലയിലുമുള്ള തെരച്ചിലിനും ശക്തി പകർന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചാലിയാറിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിച്ചതിനാൽ കമ്മീഷണറുടെ പ്രത്യേകമായി തെരച്ചിലിനുള്ള നിർദ്ദേശവും ലഭിച്ചിരുന്നു. ഇക്കാരണത്താൽ ഇരുവഴിഞ്ഞിപ്പുഴ, ചാലിയാർ പുഴ എന്നിവിടങ്ങളിൽ വയനാട് ദുരന്തത്തിൽപ്പെട്ട കാണാതായവരുടെ മൃതദേഹങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ മുക്കം, കോടഞ്ചേരി, തിരുവമ്പാടി, മാവൂർ, വാഴക്കാട് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുഴയിൽ ഊർജിതമായി തെരച്ചിൽ നടത്തുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. പുഴകളിലെ മുങ്ങൽ വിദഗ്ധരെ കണ്ടെത്താനുള്ള സഹായം പോലീസ് സ്റ്റേഷൻ അധികൃതർ തേടിയിരുന്നു. തുടർന്ന് ഇരുവഴിഞ്ഞിപ്പുഴ, ചാലിയാർ പുഴകളിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച രാവിലെ തന്നെ DDRF, പോലീസ്, അഗ്നിരക്ഷാസേന, പഞ്ചായത്തുകൾ, വിവിധ സന്നദ്ധ സേവനങ്ങൾ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിശദമായ തെരച്ചിൽ ഇരു പുഴകളിലും നടത്തി. വാഴക്കാട് പോലീസും അവരുടെ പരിധി മേഖലകളിലും പരിശോധിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിരുന്നു. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഡ്രോൺ സംവിധാനവും പരിശോധനയ്ക്കായി ഉപയോഗപ്പെടുത്തിയിരുന്നു. തെരച്ചിൽ നാളെയും തുടരുമെന്ന് അധികൃതർ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, മുക്കം.